വടകര മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വിമത സ്ഥാനാർത്ഥി കെ ദിലീപ് കുമാറിനെതിരെ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി ശ്യാംരാജാണ് മത്സരിക്കുന്നത്. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പത്രിക നൽകിയത്. സരീഷ് പി.കെ വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, ഇന്നലെ ഏറ്റവും അവസാന നിമിഷമാണ് ഇത്തരത്തിൽ ശ്യാംരാജ് പത്രിക നൽകിയത്. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശ്യാംരാജിന്റെ പേര് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. ആ സമയം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ശ്യാംരാജ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ പറഞ്ഞത് ഈ മണ്ഡലത്തിൽ എത്രയേറെ അല്ലെങ്കിൽ നിരവധി നേതാക്കൾ ഉണ്ടായിട്ടും എന്തിനാണ് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ആളുകളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. നിലവിലെ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി ദിലീപ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടെ നിന്നും ഒരാളെ എന്തിന് വടകരയിലേക്ക് കൊണ്ടുവരുന്നു എന്ന ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ശ്യാംരാജ ജില്ലാ നേതാക്കളുമായും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളുമായും ഉൾപ്പെടെ ചർച്ച നടത്തിയത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ അവിടെ മത്സരിക്കുന്നത് ചില സാമുദായിക സമവാക്യങ്ങൾ നോക്കിയാണ് ദിലീപിനെ മത്സരിപ്പിക്കുന്നത് എന്നായിരുന്നു നൽകിയ മറുപടി. പക്ഷെ അതിൽ തൃപ്തനാവാതിരുന്ന ശ്യാംരാജ് ഒടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ്, ഏറ്റവും അവസാന നിമിഷമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് പട്ടിക നൽകിയിരിക്കുന്നത്. ശ്യാംരാജ് നേരത്തെ ചോറോട് പഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ തവണ മത്സരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മുൻ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മണ്ഡലത്തിലെ എല്ലാ മേഖലയിലെ പ്രവർത്തകരുമായും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളുമായും ഒക്കെ അടുത്ത ബന്ധമുള്ളതാണ്. ചില പ്രാദേശിക നേതൃത്വം ഇദ്ദേഹത്തെ ശ്യാംരാജിനെ മത്സരിപ്പിക്കണം എന്ന് പോലും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ടാണ് അവസാന നിമിഷം ദിലീപിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ സമയം മുതൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഒരുപക്ഷെ ശ്യാംരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലവിലെ വടകരയിലെ ഒരു കണക്കെടുത്താൽ സ്വാഭാവികമായും വടകരയിൽ വലിയ മാറ്റം ബി.ജെ.പിക്ക് ഉണ്ടാക്കാനാകില്ല എന്നുണ്ടെങ്കിൽ പോലും വോട്ട് വീതത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ ശ്യാംരാജിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ശ്യാംരാജിനെ അനുനയിപ്പിക്കുക നമ്മൾ നേരത്തെ മുന്നണിയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ സരീഷ്, ശരി.